എൻ്റെ അമ്മയ്ക്ക് തുല്യം തോന്നിയത് കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോരാനും തോന്നിയില്ല. ഞാൻ തീരുമാനിച്ച് എൻ്റെ അമ്മയോടൊപ്പം തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് സംരക്ഷിക്കാം എന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. സംസാരിക്കാൻ പറ്റത്തില്ല. എന്ത് പറ്റിയതാ? എനിക്ക് തലയ്ക്കൊരു ക്യാൻസർ പോലെ വന്നത്. എവിടെയായിരുന്നു ചികിത്സ? തിരുവനന്തപുരം മെഡിക്കൽ അതിന്റെ ട്രീറ്റ്മെന്റ് എല്ലാം. അപ്പൊ ഈ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ ശരിക്കും കളഞ്ഞിട്ട് പോകാൻ തോന്നിയില്ല. ഇന്ന് നമ്മൾ വലിയ കോടീശ്വരനോ കാര്യങ്ങളോ ഒന്നുമല്ല, സാധാരണക്കാരനാ. നമസ്കാരം, അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു വ്യത്യസ്തമായ ഒരു സ്റ്റോറിയല്ല, നടന്ന സംഭവമാണ്. ഇന്ന് നടന്ന സംഭവമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാർത്ഥമായ സുഹൃത്ത് ഇന്ന് ഒരു വീഡിയോ എടുക്കാൻ പോയി. ഒരു പാവപ്പെട്ട അമ്മയുടെ അവസ്ഥ കണ്ട് വീഡിയോ എടുക്കാൻ പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പം അവർക്ക് അവിടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യവും അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ആ അമ്മ ഈ മകൻ്റെ കുടിഞ്ഞു പോരുന്നു, അതായത് എൻ്റെ സുഹൃത്തിൻ്റെ കുടിഞ്ഞു പോരുന്നു. കാരണം അവനും മനസ്സലിഞ്ഞ് അവൻ ഇഞ്ഞ് കൊണ്ടുപോരുന്നു. അത് ആ വിശേഷങ്ങളിലേക്കാണ് പോണേ. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഇതിൻ്റെ കാര്യകാരണങ്ങൾ നിങ്ങൾ കാണുകയും വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കാര്യമാണ്. ഹരി, നമസ്കാരം. ഹരി, മൈക്ക് അങ്ങോട്ട് വെച്ചോട്ടെ. വലിയ സംഭവം ഉണ്ടായി. എൻ്റെ ഒരു സുഹൃത്താണ്. എനിക്കൊരു വേവലാതി ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നിയമവശങ്ങളെ പറ്റി എനിക്കറിയാമെന്ന് ഞാൻ ചെയ്തത്. പക്ഷെ അവൻ്റെ ഒരു വലിയ മനസ്സാണ്. ഈ വലിയ ശരീരത്തിനകത്ത് ഇത്ര വലിയ മനസ്സുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പോക്കറ്റിൽ നിന്ന് വെച്ച് പൈസ എടുത്ത് സഹായിക്കും. പക്ഷേ നമ്മൾ ഒരാളെ ഉൾക്കൊള്ളൂ ഒരിക്കലുമില്ല. ഈ മനസ്സ് നമ്മളെ കാണാൻ, എൻ്റെ കൂടെ നടന്നിട്ട് പോലും ഇത്രയും വലിയൊരു മനസ്സ് ഈ മനുഷ്യനുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെക്കാട്ടിലും പ്രായം കുറവ്, ആളിനെ കണ്ട എന്നെക്കാട്ടിലും പ്രായം തോന്നുമെങ്കിലും. അത് ഹരി, എന്ത് വരുന്നത് സംഭവം ഹരി? ഇത് ഞാൻ ഇന്നലെ ഈ അമ്മ, ഇതാണ് നമ്മുടെ അമ്മ കേട്ടോ. ഈ അമ്മ ലിഷ എന്നാണ് പേര്. ഈ അമ്മ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു വീഡിയോ എങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടതിന് ശേഷം എന്നെ വിളിച്ച് രാത്രിയിലാണ് വിളിച്ച് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. പക്ഷെ പറയുമ്പോൾ ഒട്ടും സംസാരിക്കാൻ പറ്റാത്ത രീതിയിലാണ് സംസാരിച്ചുകൊണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി തീരെ സുഖമില്ലാതെയാണ് സംസാരിക്കുന്നതെന്ന്. അപ്പം ഞാൻ അന്നേരം തന്നെ തീരുമാനിച്ച് ഈ അമ്മയെ രാവിലെ തന്നെ എന്തായാലും ഉറപ്പായിട്ട് പോയി കാണണം. അങ്ങനെ രാവിലെ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഒപ്പം ഈ അമ്മ ഉണ്ടായിരുന്ന കോൺവെൻറ്റിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്താണ് ഇവിടുത്തെ സാഹചര്യം എനിക്ക് മനസ്സിലായത്. ആ കോൺവെൻറ്റിൽ നിന്ന് മാറിക്കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് നിന്നിരുന്നത്. അപ്പം മറ്റ് പോകാനൊരു ഓപ്ഷനില്ല, എങ്ങും കയറി ചെല്ലാൻ ബന്ധുക്കളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് എൻ്റെ അമ്മയാണ് വലുതായിട്ട് തന്നെ ഞാൻ കാണുന്നത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് തുല്യം തോന്നിയത് കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോരാനും തോന്നിയില്ല. ഞാൻ തീരുമാനിച്ച് എൻ്റെ അമ്മയോടൊപ്പം തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് സംരക്ഷിക്കാം എന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഈ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയപ്പം വിദേശത്തായിരുന്നു, കുവൈറ്റിൽ വെച്ച് ഒരു അസുഖം പിടിപെട്ട് തലയ്ക്ക് പിന്നിൽ ക്യാൻസർ ആയിരുന്നു എന്ന് മനസ്സിലായി. അങ്ങനെ നേരെ നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലേക്ക് വന്ന ശേഷം ഈ അമ്മയെ സംരക്ഷിക്കേണ്ട ബന്ധുക്കളൊക്കെ തന്നെ ഇതിനു മുമ്പ് ഈ അമ്മയുടെ അസുഖം വന്ന സമയത്ത് 1-2 ചാനലിലൊക്കെ ഈ വീഡിയോ വന്നിരുന്നു. അങ്ങനെ വീഡിയോ അന്ന് വൈറലാവുകയും കുറച്ച് പൈസയൊക്കെ ഈ അമ്മയുടെ അക്കൗണ്ടിലേക്ക് നല്ല മനസ്സുള്ള ആളുകൾ ഇട്ടുകൊടുത്തു. പക്ഷേ ഇട്ടുകൊടുത്ത പൈസ ബന്ധുക്കൾ തന്നെ അത് അപഹരിഞ്ഞെടുക്കുകയും ഈ അമ്മയെ വേണ്ട വിധം സംരക്ഷിച്ചില്ല. അപ്പോൾ ഈ അമ്മയുടെ ഒരു കരച്ചിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യവും ഇത്രയും ഉണ്ട്. ഒരു ചികിത്സാ രേഖകൾ കഴിഞ്ഞ മാസം മരുന്ന് മേടിക്കാൻ പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ ശരിക്കും കളഞ്ഞിട്ട് പോകാൻ തോന്നിയില്ല. ഇന്ന് നമ്മൾ വലിയ കോടീശ്വരനോ കാര്യങ്ങളോ ഒന്നുമല്ല, സാധാരണക്കാരനാ. പക്ഷേ എങ്കിൽ തന്നെ എനിക്ക് ഈ അമ്മയെ അവിടെ കളഞ്ഞിട്ട് പോരാൻ തോന്നിയില്ല. ഞാൻ ഇവിടെ കോൺവെൻറ്റിലെ ആളുകളോട് സംസാരിച്ച് അവരുടെ അനുവാദമൊക്കെ വാങ്ങി ഈ അമ്മയെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറേയും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ വിളിച്ചറിയിച്ച് ഇപ്പോൾ എന്തായാലും അമ്മ എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ വന്നതിൽ തന്നെ ഒരു നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾ രാവിലെ ചെന്ന് കണ്ടപ്പോൾ കരഞ്ഞ് നിലവിളിച്ച് ആകെ ഒരു വിഷമിച്ചിരുന്നൊരു അമ്മയാണ്. ഇപ്പം അത്യാവശ്യം നല്ല ഒരു ഉഷാറായിട്ടിരിപ്പുണ്ട്. പിന്നെ അവസ്ഥ എന്നൊക്കെ പറയുന്നത് 3 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു കുട്ടി ഓട്ടിസം ബാധിച്ച് ഇരിക്കുക. അപ്പം അമ്മ മൂത്ത ആള് എവിടെയാ നിൽക്കുന്നത്? അമ്മ ഹരി, അമ്മ എണ്ണിച്ച് നിൽക്കത്തില്ലേ? അമ്മ എണ്ണിച്ചമ്മ
ഞാൻ അമ്മയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. അമ്മയുടെ പേരെന്താ അമ്മ? ലിസ. 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 അമ്മയ്ക്ക് ശാരീരികമായിട്ട് എന്താ പ്രശ്നം? ശരിയമായ ആദ്യമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. എന്ത് പറ്റിയതാ? എനിക്ക് തലയ്ക്കൊരു ക്യാൻസർ പോലെ വന്നത്. പേഷ്യന്റാ? എവിടെയായിരുന്നു ചികിത്സ? ചികിത്സ തിരുവനന്തപുരം മെഡിക്കൽ RCC-യിലായിരുന്നു. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് എല്ലാം നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ മാസം ഒന്നും ട്രീറ്റ്മെന്റിനൊക്കെയുള്ള സാമ്പത്തികമൊക്കെ എങ്ങനെയായിരുന്നു ഇതുവരെ? സാമ്പത്തികം ഓരോരുത്തരെ സഹായിച്ചാണ്. ഈ ഗൾഫിലൊക്കെ പോയിട്ട് സാമ്പത്തികം ഒന്നും ഇല്ലായിരുന്നു കയ്യില്? കുറച്ച് പൈസ അവിടെ ഒത്തിരി രൂപയൊക്കെ ആയിരുന്നു. അവിടെ ചികിത്സിക്കാൻ കൊണ്ടുവന്ന് നിർത്തി. അത്രയും ഗൾഫിൽ വെച്ചാണോ ഇങ്ങനെ സംഭവിച്ചത്? ശരി. അതിന് ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന്? കുറച്ച് പൈസ നാട്ടിൽ വന്നപ്പോ ഉണ്ടായിരുന്നു. പിന്നെ എന്റെ എല്ലാം ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു. ഓർമ്മ കുറവുണ്ടോ? ഓർമ്മ കുറവ് ഇടയ്ക്കിടയ്ക്കുണ്ട്. മക്കളമാർ എത്ര പേരുണ്ട്? 3 പേര്. 3 പേര്. കുഞ്ഞുങ്ങളാണോ? രണ്ടാണും ഒരു പെണ്ണും. മൂത്ത കൊച്ച് ഓട്ടിസം വായിച്ച മോന്. എത്ര വയസ്സുണ്ട്? 16 വയസ്സ്. മക്കളെ കാണാറുണ്ടോ? ഇടയ്ക്ക് പോവാറുണ്ട്. എവിടൊക്കെയാ അവരുള്ളത്? അവര് മൂത്ത ആള് ചാത്തന്നൂരാണ്. രണ്ടാമത്തെ മോളുടെ കൊല്ലം സ്കൂളില്. മൂന്നാമത്തെ മോള് കൊട്ടിയങ്കോണ്ട്. ബാക്കിയുള്ള രണ്ടുപേരും ഒക്കെ വന്ന് കാണാറുണ്ടോ അമ്മേ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയെന്നും കണ്ടായിരുന്നു. പിന്നെ പോകാൻ പറ്റിയില്ല. അമ്മയ്ക്ക് ഇത്രയൊക്കെ ബുദ്ധിമുട്ടൊന്നും സഹോദരങ്ങളൊന്നും ഇല്ലേ? സഹോദരങ്ങള് എനിക്ക് ഓപ്പറേഷൻ ചെയ്ത് കിടന്ന സമയത്ത് അവരും ഉണ്ടായിരുന്നു. പക്ഷെ അത് പൈസയൊക്കെ ഇവര് അക്കൗണ്ട് നമ്പറാണ് കൊടുത്തത്. ആ പൈസ എല്ലാം തീർന്നപ്പോ എന്നെ അടിച്ച് പുറത്തു പോകും. പൈസ സാമ്പത്തികമായിട്ട് അമ്മയുടെ ഇപ്പൊ ഒന്നുമില്ല? സ്വത്തോ വസ്തുക്കളൊന്നും ഇല്ല. ഈ ഒരു അവസ്ഥയിലാണ് അടിച്ചു വെള്ളിക്കളയുന്നത്. അപ്പൊ അമ്മയുടെ വട്ടപ്പൂജയാണ് അല്ലേ? അന്നേരം ഇത് എത്ര നാളായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്? ഇറങ്ങിയിട്ട് ഇപ്പൊ 3 ആഴ്ച കൂടുതൽ. 3 ആഴ്ച ആയതേ ഉള്ളു. അതിന് ആദ്യം വന്ന് ഈ കോൺവെന്റിലാണോ? കോൺവെന്റില് ഇരേരം കോൺവെന്റിലാണ് നിന്നത്. അന്നേരം അവിടെ ഇരേരം പള്ളിയിലെ അച്ഛൻ മുഖേന ആക്കിയത്. പിന്നെ അത് കഴിഞ്ഞ് ചികിത്സക്ക് പോവാനായിട്ട് മരുന്നൊക്കെ കഴിഞ്ഞപ്പോ ഒരു വേദന പോലെയൊക്കെ വരും. അന്നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലും ഒരിടത്ത് ജോലിക്ക് പോയിട്ട് എനിക്ക് ചികിത്സ. ഈ മോന്റെ കൂടെ നിൽക്കുന്നത് ഈ അമ്മയ്ക്ക് സന്തോഷമാണോ? 100%. മോനെ ഇഷ്ടപ്പെട്ടോ? ഇതേപോലെ മോനെ കിട്ടണമെങ്കിൽ സ്തുതി പാടണം. ഈ വന്ന കാലത്ത് സ്വന്തം അപ്പനെയും അമ്മയും നോക്കാത്ത പിള്ളേരാ ഉള്ളത്. അന്നേരം ഇതേപോലെ അമ്മയുടെ കഷ്ടപ്പാട് അറിഞ്ഞിട്ട് ഇതേപോലെ അമ്മയെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ മനസ്സല്ല. 100% അനുഭവത്തിലൂടെ പഠിച്ച് എനിക്ക് കണ്ടെന്ന് അറിയുന്നു കേട്ടോ. ഇതേപോലുള്ള മക്കളുമാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്റെ കൂടെ എന്നും കൂടെ നടക്കുന്ന ആളായിട്ട് ഞാൻ അറിഞ്ഞില്ല ഇത്രയും വലിയൊരു മനസ്സുള്ള ഒരാളായി ഹരി എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇന്നലെ ഒരു ഫോൺ കോൾ എന്റെ മനസ്സുകൊണ്ട് ഞാന് ഇപ്പൊ അവന്റെ അടുത്ത് പറഞ്ഞു ഇതൊക്കെ ലീഗലിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങളാന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞെന്നറിയാമോ? മനസാക്ഷിയെക്കാട്ടിലും വലിയ കോടതിയൊന്നും ഇല്ലെന്ന് അവൻ പറഞ്ഞു. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് എന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് അഡ്വക്കേറ്റന്മാരെയും പോലീസുകാരെയും ഒക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല, നമുക്ക് സമ്മതം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ അല്ലെങ്കിൽ അമ്മയെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞു. അന്നേരം അത് കാരണമാണ് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ. ഇത് വേറെ ഒന്നിനുമല്ല, ജനങ്ങൾ അറിയാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ എടുത്തത്. കാരണം പറഞ്ഞാൽ ഈ അമ്മയെ സംരക്ഷിക്കുന്നുണ്ട്. നാളെ മോശമായ കമന്റുകൾ ഇടാൻ ആവശ്യം പോലെ ആളുകളാണ്. പക്ഷെ നല്ലതിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല. പക്ഷെ ഒരു മനുഷ്യന്റെ മനസ്സ് അത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഹരിയായിട്ട് വർഷങ്ങൾ കൊണ്ട് കൂടെ നടന്ന് അതേപോലെ ഞങ്ങള് രാവിലെ എണ്ണിച്ചു കഴിഞ്ഞാൽ ഒരുമിച്ച് വീഡിയോ എടുക്കാൻ പോകുന്ന, അതേപോലെ ഞങ്ങൾ ആഹാരം കഴിക്കുന്ന ഒരുമിച്ച് എല്ലാം ഇങ്ങനെ. പക്ഷെ ഇത്രയും വലിയൊരു മനസ്സ് ഞാൻ വിചാരിക്കും പറയാ. ചിലപ്പോഴൊക്കെ എൻ്റെ അടുത്ത് കയറി ചൂടാവാറൊക്കെ ഉണ്ട്. അന്നേരം ഞാൻ ഇവരൊരു പോത്താണെന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം പക്ഷെ ഇത്രയും ഭയങ്കര ഒരു മനസ്സുള്ള ഒരു മനുഷ്യനാണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞു. തീർച്ചയായിട്ടും എനിക്ക് ഇതിനകത്തൊരു ഭയങ്കര സന്തോഷമുണ്ട്. അത് ഈ വന്ന കാലത്ത് അപ്പനെയും അമ്മയും സംരക്ഷിക്കാത്ത മക്കളുള്ള കാലത്ത് ഈ ഒരു വീഡിയോ എടുക്കാൻ പോയിടത്തു നിന്ന് ഒരു അമ്മയെ സംരക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന്. അന്നേരം ഞാൻ നിന്നപ്പോൾ തന്നെ ഇവിടെ പുത്തൂർ സ്റ്റേഷനിൽ അതേപോലെ പഞ്ചായത്ത് മെമ്പറിനെ ഒക്കെ വിളിച്ച് സംസാരിച്ച് എല്ലാവരും സപ്പോർട്ടാണ്. അമ്മ ഒരു ദോഷം ഉണ്ടാവത്തില്ല കേട്ടോ. അവൻ നല്ലതുപോലെ നോക്കിക്കോളും കേട്ടോ. അമ്മ ഭാഗ്യവതിയാ കേട്ടോ. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അവനെ ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക.
തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് താല്പര്യമുള്ള കാര്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അടുത്ത വീഡിയോ ആണ്. ഗുഡ് ബൈ.